പാർലേജിയുടെ കഥ. ഒരിക്കലെങ്കിലും പാർലേജി ബിസ്ക്കറ്റിന്റെ രുചി അറിയാതെ ഒരു ഇന്ത്യൻ വാല്യൂ വളർന്നിട്ടില്ല. അത്ര കണ്ട് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയ ഒരു ബ്രാൻഡാണ് പാർലേജി. ഒരു കാലത്ത് ഇന്ത്യയുടെ പട്ടിണി മാറ്റിയ ബ്രാൻഡായ പാർലേജിയുടെ കഥ 100 Days 100 Stories Day 86. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ബിസ്ക്കറ്റ്. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ഒരേ രുചിയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തുന്ന കഴിഞ്ഞ 35 വർഷങ്ങൾക്കിടയിൽ വില കൂട്ടാതെ ഇപ്പോഴും കേവലം 5 രൂപയ്ക്ക് ചെറിയ പാക്കറ്റ് വാങ്ങാവുന്ന സാധാരണക്കാരന്റെ ബിസ്ക്കറ്റ്. ഗുജറാത്തിലെ പർദി സ്വദേശിയായിരുന്ന മോഹൻലാൽ ദയാൽ ചൗഹാൻ ഒരു സംരംഭകരാകണം എന്ന ആഗ്രഹത്താൽ പല ബിസിനസ്സുകളും ചെയ്ത വ്യക്തിയാണ്. ആദ്യം സിൽക്കിന്റെ ബിസിനസ് ആയിരുന്നെങ്കിലും അക്കാലത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വദേശി പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു വരുന്ന കാലമായതുകൊണ്ട് യൂറോപ്പിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ വിൽക്കണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്റെ തട്ടകം മുംബൈയിലേക്ക് മാറ്റി അദ്ദേഹം പലഹാര കച്ചവടം ആരംഭിച്ചു. അക്കാലത്ത് സമ്പന്നരുടെ തീന്മേശകളിൽ മാത്രം നിറഞ്ഞിരുന്ന പലഹാരങ്ങൾ ഏതൊരു സാധാരണക്കാരന്റെയും വീടുകളിലേക്ക് എത്തിച്ചേർക്കണം എന്ന ആഗ്രഹത്താൽ തനിക്കുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ വിറ്റുപിറക്കി ജർമ്മനിയിലേക്ക് പോയി അദ്ദേഹം ബേക്കിംഗ് പഠിച്ചു. ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങളുടെ സഹായത്തോടെ 1929 മുംബൈയിലെ വിലെ പാർലയിൽ ആരംഭിച്ച കമ്പനിക്ക് അദ്ദേഹം പാർലെ എന്ന് പേര് നൽകി. പലതരം ബേക്ക്ഡ് പ്രൊഡക്ട്സിലൂടെ കമ്പനി പച്ചപിടിച്ചെങ്കിലും 1939 പോഷകങ്ങളാൽ സമ്പന്നമായ ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയ ഒരു ബിസ്ക്കറ്റ് അത് വിപണിയിൽ എത്തിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്താൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി ബിസ്ക്കറ്റ് നിർമ്മിക്കപ്പെട്ടു. അതായിരുന്നു പാർലയുടെ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റുകൾ. ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ വാക്സ് പേപ്പറിൽ പൊതിഞ്ഞ പാർലയുടെ ഗ്ലൂക്കോ ബിസ്ക്കറ്റുകൾ നിറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉൾപ്പെടെ പാർലെ ഗ്ലൂക്കോ ബിസ്ക്കറ്റുകൾ ഇന്ത്യക്കാരന്റെ വിശപ്പ് മാറ്റി. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം 1960കളോടെ മറ്റു പല കമ്പനികളും സമാനമായ ഗ്ലൂക്കോ ബിസ്ക്കറ്റുകളുമായി രംഗത്തെത്തിയപ്പോൾ തങ്ങളുടെ പ്രൊഡക്റ്റിന് ഒരു യുണീക്ക് ഐഡന്റിറ്റി വേണമെന്ന് മനസ്സിലാക്കിയ പാർലെ വാക്സ് പേപ്പറുകളിൽ നിന്നും ബിസ്ക്കറ്റുകളെ മോചിപ്പിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി. 1985 പാർലെ ഗ്ലൂക്കോ റീബ്രാൻഡിങ്ങിന്റെ ഭാഗമായി ഗ്ലൂക്കോസിൽ നിന്നും ജി മാത്രം എടുത്ത് പാർലെ ജി ബിസ്ക്കറ്റായി മാറി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് നിർമ്മാതാക്കളായ പാർലെ രുചിയിലും പാക്കിംഗിലും യാതൊരു വ്യത്യാസവും വരുത്താതെ പ്രതിമാസം 100 കോടി പാക്കറ്റ് ബിസ്ക്കറ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ 5000 കോടി അസറ്റ് നേടിയ ആദ്യ കമ്പനിയും പാർലേജി തന്നെ. പിന്നീട് ഫ്രൂട്ടി, തംസ് അപ്പ്, ലിംക, ഗോൾഡ് സ്പോട്ട് പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ബ്രാൻഡുകളും പാർലെ പുറത്തിറക്കി. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ സ്വദേശി പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയിൽ ആരംഭിച്ച പാർലെ അമേരിക്കൻ കുത്തക ഭീമന്മാരുടെ ചതിയിൽപ്പെട്ട് തംസ് അപ്പ്, ലിംക, ഗോൾഡ് സ്പോട്ട് പോലെയുള്ള ഡേസി കോളകൾ അവർക്ക് തീരെഴുതി കൊടുക്കേണ്ടി വന്നത് മറ്റൊരു കഥ. എന്നാൽ നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയുടെ ഭാഗമായ പാർലേജി ബിസ്ക്കറ്റുകൾ, പോപ്പിൻസും മാംഗോ ബൈറ്റും ഉൾപ്പെടെയുള്ള മിഠായികൾ, ഫ്രൂട്ടിയും ആഫീബിസും ഒക്കെയായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഒരു തയ്യൽക്കാരൻ ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് 45,000 കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യമായി വളർന്നിരിക്കുന്നു.